ഇസ്ലാഹ് എന്ന് പറഞ്ഞാൽ കേടുവന്ന ഒരു വസ്തുവിനെ നന്നാക്കുന്നതിന് പറയുന്ന ഒരു പേരാ. അത് മതത്തിൽ കേടുവന്നതിന് നന്നാക്കുമ്പോൾ അത് ദീനിയായി പുണ്യം കിട്ടുന്ന ഒരു കാര്യമായി മാറുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാഹ് എന്നുള്ള പദത്തിലേക്ക് വരുന്ന സ്വലഹയുടെ വ്യത്യസ്ത രൂപങ്ങൾ 180ഓളം തവണയാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഇസ്ലാഹുമായി ബന്ധപ്പെട്ട ആളുകളെ സമുദ്ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട നന്മ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, ആ പദം 180-ലധികം തവണയാണ്. എന്നാൽ സ്വലഹ എന്ന പദത്തിൻ്റെ വിപരീതമായ ഫസദ എന്ന പദം, അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ അഫ്സദ, മുഫ്സിദ്, മുഫ്സിദൂൻ, ഇങ്ങനെ വ്യത്യസ്തമായ പദങ്ങൾ 50 തവണയാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഞാൻ ഈ എണ്ണം പറഞ്ഞത് 180ഓളം തവണ ഇസ്ലാഹിനെ കുറിച്ച് പറഞ്ഞ ഖുർആൻ 50 തവണയാണ് കുഴപ്പത്തെക്കുറിച്ച് പറഞ്ഞത്. കുഴപ്പത്തിൻ്റെ ആധിക്യവും അതിൻ്റെ ഗൗരവം പറയപ്പുറത്ത് ഈ സമൂഹത്തിൽ നടക്കേണ്ട നന്മയെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മുഫ്സിദ് എന്ന പദമുണ്ട്, കുഴപ്പമുണ്ടാക്കുന്നവൻ. മുഫ്സിദൂൻ, മുഫ്സിദീൻ, ഈ 3 പദങ്ങൾ 21 തവണയാണ് ഖുർആൻ ഉപയോഗിച്ചത്. മുസ്ലിഹ് എന്ന പദമില്ല. അസ്ലഹ, ഇസ്ലാഹ് എന്നുള്ള വാക്കാണ് 7 തവണ ഉപയോഗിച്ചത്. 3 ഇരട്ടിയാണ് കുഴപ്പമുണ്ടാക്കുന്നവരെ ഖുർആൻ പറഞ്ഞത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാഹിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന ഖുർആൻ കുഴപ്പമുണ്ടാക്കുന്നവരുടെ ഗൗരവം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 11-ാം അധ്യായം സൂറ ഹൂദിലെ 88-ാമത്തെ ആയത്ത് നമുക്കെല്ലാം പരിചിതമുള്ളൊരായത്താണ്. ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സമൂഹത്തോട് അവർ ചെയ്തു വരുന്ന അനീതിക്കെതിരെ, അവർ ചെയ്യുന്ന ഇസ്ലാമികമല്ലാത്ത, ദീനിയല്ലാത്ത, റബ്ബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾക്കെതിരെ പ്രബോധന പ്രവർത്തനങ്ങളുമായി ചെല്ലുമ്പോൾ അവരോട് പറഞ്ഞത്, ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഇസ്ലാഹ് നടപ്പിലാക്കണമെന്നാണ്. അപ്പം സമൂഹത്തിൽ നടക്കുന്ന ഏത് അധാർമിക പ്രവർത്തനങ്ങളെയും, ഏത് ശിർക്ക്, ബിദ്അത്ത്, അന്ധവിശ്വാസങ്ങളെയും ചെറുത്തു തോൽപ്പിക്കുന്നതിന്, അതിനു വേണ്ടിയെടുക്കുന്ന പ്രവർത്തനത്തിനാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഇസ്ലാഹ്? ഇസ്ലാഹ് എവിടെ നിന്ന് തുടങ്ങണം? നമ്മിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. ഓരോ വ്യക്തിയിൽ നിന്നുമാണ് ഇസ്ലാഹിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. എവിടെയാ? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഒരു ചെറിയ പുസ്തകമുണ്ട്, അയ്യുഹൽ വലദ് എന്ന് പറയുന്ന. ആ പുസ്തകത്തിൽ തൻ്റെ ശിഷ്യൻ ചോദിക്കുന്ന ഉപദേശങ്ങൾക്കുള്ള ചെറിയൊരു ഉപദേശമായി കൊടുക്കുന്ന കിതാബിൽ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നൊരു വാചകമുണ്ട്. ഞാൻ ഇഞ്ചീലിൽ ഇങ്ങനൊരു വാചകം കണ്ടു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായി. എന്താണ് അതിൽ പറയുന്നത്? നാം മരണപ്പെട്ടാൽ നമ്മുടെ മയ്യത്ത് കട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മോട് ചില ചോദ്യങ്ങളുണ്ട് എന്നാണ്. നമ്മോട് ചില ചോദ്യങ്ങളുണ്ട്. ഖബറിൽ വെച്ചാൽ ചോദ്യമുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്. മയ്യത്ത് വീട്ടിൽ നിന്ന് കട്ടിലേക്ക്, പള്ളിയിലേക്ക് കൊണ്ടുപോവാൻ, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവാൻ ആ മയ്യത്ത് കട്ടിലേക്ക് വെക്കുമ്പോൾ നമ്മോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യമായി പറഞ്ഞത്, അള്ളാഹു ചോദിക്കുന്ന ചോദ്യം, ആളുകൾ കാണുന്ന, ആളുകൾ ശ്രദ്ധിക്കുന്ന നിന്റെ ശരീരത്തെ ഭംഗിയുള്ളതാക്കാൻ നീ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട്. ആളുകൾ കാണുന്ന മുഖം നന്നാക്കാൻ, ആളുകൾ ശ്രദ്ധിക്കുന്ന വസ്ത്രം നന്നാക്കാൻ, ആളുകൾ കാണുന്ന ശരീരം മിനുക്കാൻ നമ്മൾ ഒരുപാട് പണിയെടുത്തവരാണ്. നമ്മളാരും ഒരു തുണിഷോപ്പിൽ പോയിട്ട് ഒരു വസ്ത്രം ഓടിച്ചെന്നെടുക്കുന്നില്ല. നിരവധി വസ്ത്രങ്ങളെ മാറ്റിമറിച്ചിട്ട് സൗന്ദര്യമുള്ള ആളുകൾ നല്ലതെന്ന് പറയണമെന്ന ആഗ്രഹത്തോടെ നല്ല വസ്ത്രം സെലക്ട് ചെയ്യുന്നവരാ നമ്മൾ. കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ എത്ര സമയമാണ് നമ്മൾ ചെലവഴിക്കുന്നത്? ആളുകൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മുഖത്തെ ഒന്ന് മിനുക്കിയെടുക്കാൻ. അള്ളാഹു ചോദിക്കുന്നത്, ആളുകൾ കാണുന്ന ഭാഗം നന്നാക്കാൻ നീ ഒരുപാട് പണിയെടുത്തു.
എന്നാൽ സദാസമയം ഞാൻ നിരീക്ഷിക്കുന്ന, സദാസമയം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ മനസ്സിനെ നീ എന്തുകൊണ്ട് നന്നാക്കിയില്ല എന്ന ഒരു ചോദ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാഹ് തുടങ്ങേണ്ടത് നമ്മിൽ നിന്നാണ്, നമ്മുടെ മനസ്സിനെ നന്നാക്കിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്, അലാ ഇന്ന ഫിൽ ജസദി മുൽഅ, നിങ്ങൾ അറിയണേ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹ സ്വലഹത് ജസദ കുല്ല, അതെങ്ങാനും നന്നായാൽ നിങ്ങളുടെ ശരീരം മുഴുക്കനും നന്നായി എന്നാണ് സ്വലഹ എന്ന വാക്കാണ് കൊടുത്തത്. ഇസ്ലാഹ് നടക്കേണ്ടത് ഹൃദയാന്തരങ്ങളിലാണ്. എൻ്റെയും നിങ്ങളുടെയും മനസ്സിനെ നന്നാക്കുക എന്നതാണ് ആദ്യമായി ചെയ്യേണ്ടത്. അന്ധവിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ലാത്ത, ശിർക്കൻ വിശ്വാസങ്ങൾക്ക് സ്ഥാനമില്ലാത്ത, ഒരാളോട് പകയില്ലാത്ത, ഒരാളോട് വിദ്വേഷമില്ലാത്ത, ഒരാളോട് വെറുപ്പില്ലാത്ത ഒരു നല്ല മനസ്സിൻ്റെ ഉടമയായി ഖൽബുൻ സലീം, വിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറായിൽ പറഞ്ഞതുപോലെ, ഇല്ലാ മൻ അത്തല്ലാ ബിഖൽബിൻ സലീം, നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകൾ ഈ കളങ്കമില്ലാത്ത സുരക്ഷിതമായ ഹൃദയത്തിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് ആദ്യം ഇസ്ലാഹ് നടക്കേണ്ട നമ്മുടെ മനസ്സിലാണ്. അതിനെ നന്നാക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ആ മനസ്സിനെ നന്നാക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്, നിർഭയത്വത്തെക്കുറിച്ച് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ മരണം വരെ നിങ്ങൾ കേട്ടത് ഈ കൽബിനെ നന്നാക്കാനാണ്. ആ കൽബ് നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള ഇസ്ലാഹാണ്. കുടുംബത്തിലുള്ള ഇസ്ലാഹ്. ഇന്നിൻ്റെ കാലത്തിൻ്റെ അവസ്ഥ എന്താ? ഇന്നിൻ്റെ ലോകം സഞ്ചരിക്കുന്ന എവിടേക്കാ? ഇന്നലെ ഒരു നിക്കാഹ് കർമ്മത്തിന് വേണ്ടി കോഴിക്കോട് പോയി. ആ നിക്കാഹ് കർമ്മത്തിന് വേണ്ടി ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ തൻ്റെ വാഹനം നിർത്താൻ നിൽക്കുമ്പോൾ അവിടെ വലിയൊരു ബാൻഡ് സെറ്റാണ് കണ്ടത്. ഞാൻ വിചാരിച്ചത് ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി കൊണ്ടുവച്ചതാകുന്നതാണ്. ബാൻഡ് സെറ്റാണ്, ഓഡിറ്റോറിയത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ്? അറിയില്ല എന്നാ പറഞ്ഞത്. ആ നിക്കാഹ് കർമ്മം കഴിഞ്ഞ ഉടനെ അവിടെ വലിയ തോതിലുള്ള ബാൻഡടിയും നൃത്തം ചവിട്ടലുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇസ്ലാഹ് തുടങ്ങേണ്ട നമ്മുടെ കുടുംബത്തിലാണ്. ബാറക്കല്ലാഹു ലക്കുമാ എന്ന് ചൊല്ലിയ ഒരു അനുഗ്രഹീത സദസ്സിന് പിന്നെ കാണുന്നത് ആനന്ദ നൃത്തം ചവിട്ടുന്ന ബാൻഡടി ശബ്ദങ്ങൾക്ക് പിന്നാലെ പോകുന്ന ഇന്നിൻ്റെ യുവാക്കളെയാണ്. എവിടെയാ നമ്മളുള്ളത്? കുടുംബജീവിതം താറുമാറായിക്കൊണ്ടിരിക്കുന്ന, കുടുംബജീവിതം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന, കുടുംബജീവിതത്തിൻ്റെ എല്ലാ മഹിമയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലം. എവിടെ നിന്ന് നമ്മൾ തുടങ്ങണം? വിശുദ്ധ ഖുർആൻ ഒരു കാര്യം നമ്മോട് പറഞ്ഞതാണ്. കുടുംബജീവിതത്തിൽ ഇസ്ലാഹ് തുടങ്ങണമെങ്കിൽ ആദ്യം പരിഗണിക്കേണ്ടത് തൻ്റെ ജീവിതത്തിലേക്ക് ഇണയായി, തൻ്റെ ജീവിതത്തിലേക്ക് തുണയായി കൊണ്ടുവരുന്ന പങ്കാളിയെക്കുറിച്ചുള്ള കൃത്യമായ ചർച്ചയുണ്ടാവണം, കൃത്യമായ ആലോചനയുണ്ടാവണം, കൃത്യമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യമുണ്ടാവണം. ഇന്നെന്താ? ബിസിനസിൻ്റെ, ശമ്പളത്തിൻ്റെ, തറവാടിൻ്റെ, പലതിൻ്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. ഞാൻ അതിലേക്ക് കടക്കുകയല്ല. ഇസ്ലാഹ് തുടങ്ങേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന മുതലാണ്. ആര് പറഞ്ഞതാ? നമ്മെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നാഥൻ നമ്മോട് പറഞ്ഞതാണ്. 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 221-ാമത്തെ ആയത്തിൽ, വലാ തൻകിഹുൽ മുശ്രികാത്തി ഹത്താ യുക്മിന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ഇത് മാലോരാഗർ വിളിച്ചു പറഞ്ഞതല്ല. റബ്ബുൽ ആലമീനായ നമ്മെ സൃഷ്ടിച്ച അതേ അല്ലാഹു തന്നെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്തിലൂടെ നമ്മോട് പറഞ്ഞത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, ഇണകളെ സംവിധാനിച്ചത് അല്ലാഹയാണ്. പക്ഷെ അതേ അല്ല പറഞ്ഞു, ഒരു ബഹുദൈവ വിശ്വാസി നിങ്ങൾ ജീവിതത്തിൽ പങ്കാളിയാക്കരുതേ. ആണിനോടും പെണ്ണിനോടും പറഞ്ഞു. എന്തേ? ജീവിതത്തിൽ ഇസ്ലാഹ് നടക്കണോ? നല്ലൊരു ജീവിതം കിട്ടണോ? ജീവിത പങ്കാളി നന്നാവേണ്ടതുണ്ട്. അതൊരു പ്രധാനപ്പെട്ട സംഗതിയായി ഖുർആൻ പറഞ്ഞു. നമ്മൾ അവിടെ നമ്മുടേതായതിന് പിന്നാലെ പോയി, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോയി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോയി. സോഷ്യൽ മീഡിയയുടെ പിന്നാലെയാണ്. ഇൻസ്റ്റയാണ് ഇന്നിൻ്റെ വിവാഹ മാധ്യമമായി മാറുന്നത്. ഫേസ്ബുക്കാണ് ഇന്ന് അന്വേഷണത്തിന് കേന്ദ്രമായി മാറുന്നത്. ദീനിനെ ആരും പരിഗണിക്കുന്നില്ല. ദീനിന് അള്ളാഹുവിൻ്റെ കലാമോ പ്രവാചകന്റെ ചര്യയോ നമ്മളാരും മുഖവിലക്കെടുക്കുന്നില്ല. ഫൾഫർ ബിസാത്തിദ്ദീൻ, ഹബീബായ റസൂലുള്ളാഹിന്റെ വാക്ക് എവിടെയാണ് നമ്മൾ പരിഗണിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബജീവിതം ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്തകളാണ് നമ്മുടെ മക്കളൊക്കെ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ ജീവിച്ചാൽ എന്താണ്?
എനിക്കിഷ്ടമുള്ളവൻ്റെ കൂടെ സഞ്ചരിച്ചാൽ എന്താണ്, അവനൊന്ന് കൈ കൊടുത്താൽ എന്താണ്, തലയിൽ തട്ടമിട്ടിട്ടില്ലെങ്കിൽ എന്താണ് എന്ന് ചോദിക്കുന്നത് നമ്മുടെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളിലേക്ക് ഇൻജക്ട് ചെയ്യുന്നത് എന്താ? ക്യാമ്പസിൽ നിന്ന് കൊടുക്കുന്നത് എന്താ? ഒരു കോഴിമുട്ട, അത് വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വന്നാൽ ആ കോഴിക്കുഞ്ഞ് എപ്പോഴെങ്കിലും ആ കോഴിമുട്ടയുടെ അടുക്കലേക്ക് പോകുന്നുണ്ടോ? ഇന്നിൻ്റെ ക്യാമ്പസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. കോഴിമുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴിക്കുഞ്ഞും ഇന്ന് വരെ കോഴിമുട്ടയുടെ അടുക്കലേക്ക് പോകുന്നില്ല. എന്താ പറയുന്നത്? നമ്മൾ ജനിപ്പിച്ചു എന്നത് കാരണത്താൽ മാതാപിതാക്കളെ വല്ലാതെ അവർ പറഞ്ഞത് കേട്ടിങ്ങനെ അനുസരിച്ച് ജീവിക്കേണ്ട ഒരു ബാധ്യതയൊന്നും നമുക്കില്ല എന്ന് ഇന്നിൻ്റെ തലമുറയോട് പറയുന്ന വല്ലാത്ത ലിബറൽ ചിന്തകൾ. ഇതിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ ഇസ്ലാഹ് പ്രവർത്തനം അനിവാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ശരിയായ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ, പ്രവാചകന്റെ ചര്യയെ ശരിയാവണ്ണം നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞു കൊടുക്കുക എന്നൊരു ബാധ്യത നമുക്കുണ്ട്. അത് നാം നടപ്പിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ഒരു ബാധ്യതയായി നിർവഹിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും എന്താ പറയുന്ന അറിയോ? ഇന്നത്തെ കാലത്ത് അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഏതാണ് പോണില്ല, കുട്ടികളും പെണ്ണുങ്ങളെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്, ഇതാ അവിടെ കണ്ണൂക്കുണ്ട്, അവിടെ ചില മൗലൂദുകളുണ്ട്, ഞാൻ പോണില്ല, ഞാൻ അതിന് കൂടാറില്ല, ഓലെ പറഞ്ഞയച്ചിട്ടുണ്ടെന്ന നമ്മളൊരു വല്ലാത്തൊരു സമരസപ്പെടലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സമരസപ്പെടൽ ഇസ്ലാമിലുണ്ടോ? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ പോകുന്നില്ല, മക്കളെ പറഞ്ഞയച്ച് പറയുന്ന ഇസ്ലാമുണ്ടോ? നോക്ക് നിങ്ങൾ, ഇസ്ലാമിക ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച്, നമ്മൾ ഉമ്മുൽ മുഅ്മിനാത്തുകളെ കുറിച്ച്, നമ്മൾ ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. പ്രവാചകന്റെ ഭാര്യമാരിൽ നമ്മുടെ ഉമ്മമാരിൽ ഒരു ഉമ്മയാണ് അബൂ സുഫിയാന്റെ ഭാര്യ റംല എന്ന് പറയുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആ ചരിത്രം നമ്മൾ വായിക്കേണ്ടതാ. ആരാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ? തൻ്റെ ഉപ്പ ബഹുദൈവ വിശ്വാസിയാണ്. അബൂ സുഫിയാൻ ഫതഹു മക്ക വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല, ഇസ്ലാമിൻ്റെ ശത്രുവാണ്. ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ, സ്വഹാബത്തിനെതിരെ നിരന്തരം പീഡനങ്ങളും പ്രയാസങ്ങളും അങ്ങേറ്റം അതിനുവേണ്ടി പണിയെടുത്തിരുന്ന അബൂ സുഫിയാൻ, അവരുടെ മകളാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ആ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ തൻ്റെ ആദ്യ ഭർത്താവുമായി അബിസീനിയയിലേക്ക് ഹിജറ പോവുകയാണ്. ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറയാണ്. അബിസീനിയയിലേക്ക് ഹിജറ പോകുമ്പോൾ അവിടെ ഇസ്ലാമിൻ്റെ ആദർശം സ്വീകരിച്ചവർക്ക് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോഴുള്ള ഒരു യാത്രയാണ് അബിസീനിയയിലേക്കുള്ള യാത്ര. ആ അബിസീനിയയിലെത്തി അവിടെ നജ്ജാശി രാജാവ് അവർക്ക് സംരക്ഷണം കൊടുത്തു. അവിടെ ക്രൈസ്തവ മതത്തിൻ്റെ ആളുകളാണ് കൂടുതലുള്ളത്. അവരുടെ ആരാധനാ കർമ്മങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിട്ടുള്ള ഉബൈദുള്ള, അദ്ദേഹം മുസ്ലിമായിരുന്നു, പക്ഷേ ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോൾ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചു. വാപ്പ, കുടുംബം അന്ധവിശ്വാസങ്ങളുടെ മുശ്രിക്കിന്റെ വിശ്വാസമായി കടന്നപ്പോൾ അവിടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭർത്താവിൻ്റെ കൂടെ ഹിജറ പോയത്. ഭർത്താവ് അബിസീനിയയിലെത്തിയപ്പോൾ ക്രിസ്തുമത വിശ്വാസിയാവുക. നോക്ക് നിങ്ങൾ, കുടുംബമില്ല, ഒപ്പോ ആകെ തുണയുള്ള ഭർത്താവ് മറ്റൊരു മതത്തിലേക്ക് പോയി. ഒരാൾ തുണയില്ല, ഒരാൾ തനിക്ക് പിന്തുണയ്ക്കാൻ, തന്നെ സഹായിക്കാൻ ഒരാളില്ല. ഏതൊരാളും പതറിപ്പോകുന്ന, പ്രത്യേകിച്ചൊരു സ്ത്രീ പതറിപ്പോകുന്ന രംഗമാണ്. ഭർത്താവ് അങ്ങനെ പോയില്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവുക, ഇത് പറയുന്ന കാലായത്. പാപ്പ എന്താ ചെയ്യുന്നത് ചെയ്യാന്ന് പറഞ്ഞ കാലാണിത്. ഇവിടെയാണ് ഉമ്മു ഹബീബ നമ്മൾ മാതൃകയാകുന്ന. പ്രിയപ്പെട്ടവരെ, സ്വന്തം പിതാവിൻ്റെയും സ്വന്തം കുടുംബത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ പിന്നാലെ പോയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തെളിമ കണ്ട് ആ ആദർശത്തെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അബിസീനിയയിലേക്ക് എന്നപ്പോൾ ഭർത്താവ് വഴിമാറിപ്പോയി. ആ ഭർത്താവിൻ്റെ കൂടെ പോയില്ല. ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ മനസ്സിലാക്കിയ ദീൻ ഇത് കളങ്കമില്ലാത്തതാണ്, ഇത് കലർപ്പില്ലാത്തതാണ്, ഇത് നിഷ്കളങ്കമാണ്, അള്ളാഹുവിന് സ്വീകരിക്കപ്പെടുന്ന ഒരു ആദർശമാണ് എന്ന ഉറച്ച വിശ്വാസത്തിൽ അബിസീനിയയിൽ അങ്ങനെ തന്നെ നിലനിന്നു, ഒറ്റക്ക് നിലനിന്നു. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹ അന്വേഷണം കടന്നു വരുന്നത്. അള്ളാഹുവിൻ്റെ വഹിയാണ്. നജ്ജാശി രാജാവാണ് 400 ദിനാർ സ്വർണ്ണ നാണയങ്ങൾ മഹറായി നൽകിക്കൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ സാന്നിധ്യത്തിൽ ആ വിവാഹം നടത്തി കൊടുക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ശരിയായ ഇസ്ലാഹിൽ നമ്മൾ നിന്നാൽ നമ്മൾ കുടുംബത്തിനൊപ്പം ഒഴുക്കിനൊപ്പം നീന്തുകയല്ല. ആര് എന്ത് പറഞ്ഞാലും ഇത് ദീനല്ല എന്ന് ആർജവത്തോടെ പറഞ്ഞാൽ
അള്ളാന്റെ സഹായം നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രിയപ്പെട്ടവരെ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ഒരിക്കലും സ്വപ്നം കണ്ടിട്ടില്ല, ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല റസൂലുള്ളാഹി എൻ്റെ ജീവിതത്തിലേക്ക് ഭർത്താവായി കിട്ടുമെന്ന്. പക്ഷേ തൻ്റെ ഭർത്താവ്, തൻ്റെ കുടുംബം മറ്റു മതങ്ങളെ തേടിപ്പോയപ്പോൾ, ശരിയായ ആദർശത്തിൽ ഉറച്ചു നിന്നപ്പോൾ അള്ളാന്റെ സഹായമാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനാത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഭാര്യമാരിൽ ഒരു ഇടം കിട്ടിയിട്ടുള്ള ഭാര്യയാണ് റംല എന്ന് പറയുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ അള്ളാന്റെ ദീനിനെതിരായി എന്തെങ്കിലും നടക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് പറയാൻ, ഇതിൻ്റെ കൂടെ ഞാനില്ല എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം. അള്ളാന്റെ സഹായം ഉണ്ടാവും. നമ്മൾ എൻ്റെ കുടുംബക്കാരെന്താ വിചാരിക്കുക, എൻ്റെ വാപ്പിം എന്താ വിചാരിക്കുക, എൻ്റെ ഏട്ടനഞ്ചമാരെന്താ വിചാരിക്കുക, അങ്ങനെ ഒരു ഇസ്ലാമില്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ റബ്ബ് എന്ത് വിചാരിക്കും? എൻ്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതിനായി പ്രവർത്തിച്ചാൽ നാളെ റസൂൽ എന്നെ കുറിച്ച് എന്താണ് പറയുക എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയുടെ, ഒരു ആദർശ മുജാഹിദിന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. കുടുംബത്തിൽ ഇസ്ലാഹ് നടക്കണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് വേഷവിധാനത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ മക്കളടക്കമുള്ള നമ്മുടെ സഹോദരിമാരടക്കം വലിയ വില കൂടിയ വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പക്ഷേ ധരിക്കുന്ന വസ്ത്രം ശരീരത്തിന്റെ പല ഭാഗം മറയുന്നില്ല. ഒരു സ്ത്രീ തൻ്റെ ശരിയായ വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് എപ്പോഴെന്നറിയോ? അവർ ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കിയത് എപ്പോഴെന്നറിയോ? ഒരു സ്ത്രീ മരണപ്പെട്ട് ആ മയ്യത്ത് കാണാൻ വന്നപ്പോഴാണ്. ഒരു മരണപ്പെട്ട സ്ത്രീയുടെ മയ്യത്ത് കാണാൻ വന്നപ്പോൾ അവരിങ്ങനെ നോക്കി നിന്നു. ആ മയ്യത്തിൽ 5 തുണിയാണുള്ളത്. ആണിന് 3 തുണിയാ, പെണ്ണിന് 5 തുണിയുണ്ട്. എന്തേ? ഒരു അരയുടുപ്പ്, ഒരു മുഖമക്കന, ഒരു നമസ്കാര കുപ്പായം, പുറമെ 2 വസ്ത്രങ്ങളും 5 വസ്ത്രങ്ങളാൽ ശരീരം മുഴുവൻ മറക്കപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെ നോക്കി നിൽക്കുകയാണ്. മുഖം കൃത്യമായി ശരീരം മുഴുവൻ മറച്ചിട്ടുണ്ട്, മുഖം മാത്രം പുറത്ത് കാണുന്നത്. അവൾ ആലോചിക്കുകയാണ്, മരിക്കുന്ന സമയത്ത് പോലും ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മറ്റുള്ളവന്റെ മുമ്പിൽ ഒന്നും മുഴച്ചു നിൽക്കുന്ന വിധത്തിലില്ലാതെ ശരിയാവണ്ണം വസ്ത്രം ധരിപ്പിച്ചിട്ടുള്ള മരണപ്പെട്ട ഒരു സ്ത്രീ. ഈ ഇസ്ലാം എത്ര സുന്ദരമാണ്, എത്ര സുന്ദരമാണ്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തിന്റെ ഭാഗം ഞാൻ പുറത്തിട്ടാൽ എൻ്റെ റബ്ബൻ എങ്ങനെ പരിഗണിക്കാനാണെന്ന് ആ വേളയിലാണ് അവർ ചിന്തിച്ചത്. മരിക്കുന്ന സമയത്ത് പോലും മുഖമക്കനിട്ട് അവർ പറയാ, ഇനി മരിക്കുമ്പോഴല്ല, ജീവിച്ചിരിക്കുമ്പോ മുഖമക്കനിട്ടവളായി എനിക്ക് ജീവിക്കണമെന്നാണ് അവർ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം കടന്നു വരുന്ന രംഗമാണിത്. നമ്മൾ ആലോചിക്കണം. ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച ഓരോ ഭാഗങ്ങളും നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത് നമ്മളൊന്ന് മറിച്ചു നോക്കുക. പ്രവാചകരോട് പറയാ, പ്രവാചകരെ, താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ മക്കളോട്, അതേപോലെ തന്നെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട്, പ്രിയപ്പെട്ടവരെ നമ്മോടാണ്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അവരോട് പറയണേ, അവളെ മുഖമക്കനുകളെ മാറിലേക്ക് താഴ്ത്തിയിടാൻ ജിൽബാബ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അതിനെ നമ്മൾ പഠിക്കണം. ശരീരം മറയുന്ന ഒരു വേള പോലും ഒന്നുപോലും മറ്റുള്ളവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാത്ത വിധത്തിൽ, മറ്റുള്ളവന്റെ മുമ്പിൽ അവന് വികാരമുണ്ടാക്കുന്ന വിധത്തിൽ തുറന്നിടാത്ത വിധത്തിലുള്ള വസ്ത്രത്തിനാണ് ജിൽബാബ് എന്ന് പറയുന്നത്. അങ്ങനെ അല്ല പറഞ്ഞതാണ്. ഇസ്ലാഹ് അവിടെ നടക്കണം. ഇസ്ലാഹ് വേഷവിധാനത്തിൽ ഉണ്ടാവണം. നമ്മുടെ മക്കള് ശരീരം മറയാതെ വസ്ത്രം ധരിച്ചുകൊണ്ട് വീട്ടിൽ നിന്നിറങ്ങുന്നുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞത് ലാ യജിദ്ന റിഅഹാ, സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല എന്നാണ്. സ്വർഗത്തിന്റെ പരിമളം കിട്ടൂല എന്നാ. നമ്മുടെ മക്കളെ, തീറ്റിപ്പോറ്റി വളർത്തിയ മക്കളെ നരകത്തിന്റെ തീ കുണ്ടാരത്തിലേക്ക് എറിയാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇസ്ലാഹ് നടക്കണം. വേഷവിധാനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ, ആൺകുട്ടികള്, അവരിന്ന് ധരിക്കുന്ന വസ്ത്രത്തിന്റെ അവസ്ഥ എന്താ? അവർ ധരിക്കുന്ന പാനിന്റെ അവസ്ഥ എന്താ? ശരീരം ആ വസ്ത്രം ഇങ്ങനെ വലിച്ചയച്ച് കൊണ്ടുപോവുക, നമുക്ക് യാതൊരു പ്രയാസമില്ല. നമ്മൾ കൊടുക്കുന്ന 1000, 1500, 2000 രൂപയൊക്കെ, പ്രിയപ്പെട്ടവരെ, വസ്ത്രം നിലത്തുകൂടെ വലിച്ചിഴക്കുന്നവനെ പ്രവാചകൻ പറഞ്ഞെന്താ? റഹ്മത്തിന്റെ നോട്ടം നാളെ നോക്കില്ല എന്നാണ്. നമ്മുടെ മക്കളിലേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തിനാ നമ്മൾ തീറ്റിപ്പോറ്റിയത്? ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലെ ഓരോ മേഖലകളിലും ഈ ഇസ്ലാം കൃത്യമായി നടക്കേണ്ടതുണ്ട്. അന്ധവിശ്വാസത്തിൽ, ശിർക്ക് ബിദ്അത്തുകളിൽ ഒരിക്കലും കൂട്ടുനിൽക്കുന്നതിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അവർ ചെയ്തോട്ടെ, നമ്മളില്ല, ഞാൻ സഹകരിക്കുന്നില്ല. സ്നേഹബുദ്ധിയ പറയുക എന്നൊരു ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർക്കുന്ന, ചർച്ച ചെയ്യുന്ന മാസത്തിലാണ് നമ്മളുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെ നമുക്കുള്ള മാതൃക എന്താ?
10 സ്ഥലങ്ങളിലാണ് മില്ലത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. വത്തബഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിന് നിങ്ങൾ പിൻപറ്റണേ എന്ന് അള്ളാഹു നമ്മോട് പറയാ. 8 തവണയും മില്ലത്ത് എന്ന വാക്ക് ഉപയോഗിച്ചത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കുറിച്ചാണ്. എന്താ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്? വലിയൊരു മാതൃകയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ സമൂഹത്തോട് പല കാര്യങ്ങളും പറയാത്തത് എന്താ? നമ്മുടെ ജോലിക്ക് എന്തെങ്കിലും ഭംഗം വരും, നമ്മൾ കിട്ടിയ സീറ്റിന് എന്തെങ്കിലും ഭംഗം വരും, ആളുകൾക്കിടയിലുള്ള ആദരവ് നഷ്ടപ്പെടും. ഇതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഇസ്ലാമിൽ നിന്ന് ഈ നവോത്ഥാന പ്രവർത്തകർ മാറി നിൽക്കുന്നത്, ഞാൻ എന്തിനാ ഓല വെറുപ്പ് സമ്പാദിക്കുന്നത്, ഇത് ഇങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് പറയുന്ന ആളുകൾക്കിടയിൽ നല്ല പിള്ള ചമയുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. അത് കുറച്ച് അധികാരം കിട്ടുമ്പോൾ, ചില സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോൾ, ചില ആളുകൾ നമ്മുടെ പിന്നാലെ അനുയായികളായി ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ നാവ് അടഞ്ഞു പോവല. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്താ? ഇബ്രാഹിം നബിയുടെ ഉപ്പയാരായിരുന്നു? നമ്മൾ പഠിക്കണം. നമ്രൂദിന്റെ കൊട്ടാരത്തിലെ അറിയപ്പെടുന്ന ഒരു സീറ്റുള്ള ആളായിരുന്നു. അവിടുത്തെ പൂജാരിയാണ്. നമ്രൂദ് ബഹുമാനിക്കുന്ന, നമ്രൂദ് ആദരിക്കുന്ന ഒരു നല്ല, അവിടുത്തെ അവരറിയപ്പെടുന്ന നല്ലൊരു മനുഷ്യൻ, അവിടുത്തെ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവൻ. ആ മകൻ, ആ ആളുടെ മകനെ അവരെങ്ങനെ ബഹുമാനിക്കും? അവരേത് സീറ്റ് കൊടുക്കുമല്ലോ? നാളെ ആ ഉപ്പയുടെ സ്ഥാനം കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ മകനാണ് ആ സീറ്റിലേക്ക് കടന്നു വരിക. ഇബ്രാഹിം നബിയുടെ മനസ്സിൽ ആളുകൾ എന്നെ ബഹുമാനിക്കും, ആളുകൾ എന്നെ സ്നേഹിക്കും, രാജാവിന് എനിക്കിഷ്ടമാണ്, ഒക്കെ പോകായിരുന്നു. പക്ഷേ തൻ്റെ പിതാവ് ചെയ്യുന്നത്, തൻ്റെ സമൂഹം ചെയ്യുന്നത്, തൻ്റെ രാജാവ് ചെയ്യുന്നത് തെറ്റാണെന്ന് കണ്ടപ്പോൾ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം കണ്ടപ്പോൾ കൃത്യമായി അവരോട് പറഞ്ഞു, ഉപ്പ, അതേപോലെ യാ ഖൗം, എൻ്റെ ജനതയെ എന്ന് വിളിച്ചിട്ട് രാജാവിനോട് കൃത്യമായി ഖുർആൻ ഓരോ തലങ്ങളിൽ സംവാദം നമ്മളെ പഠിപ്പിച്ചു. എന്തിനാ? നമ്മൾ ഇടപെടുന്ന മേഖലയിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരോട് ശരിയായ ഇസ്ലാഹിനെ കുറിച്ച് സംസാരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതാണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. ഉംറക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പൊ ഹജ്ജിന് ഹാജിമാർ പോയിക്കൊണ്ടിരിക്കുക. 7 തവണ കഅബയെ തവാഫ് ചെയ്തിട്ട് കഅബയുടെ കില്ല പിടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ട് ഓരോ തവാഫിലും റബ്ബിന്റെ മുമ്പിൽ പൊട്ടി പൊട്ടി പറഞ്ഞിട്ട് ഈ 7 തവാഫ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നൊരു പണിയുണ്ട്. ഏതൊരു ഹാജിയും ചെയ്യുന്നെന്താ? മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുക. എന്താ മഖാം ഇബ്രാഹിം? ആ ചില്ലു കൂടാരത്തിലുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖലീലുള്ളയുടെ കാലടിപ്പാടുകൾ മാത്രമാണ്. അതിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ ആ ഹാജി നടത്തുന്ന പ്രഖ്യാപനമുണ്ട്, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ പാത ചാചര്യ പിന്തുടരാൻ ഞാൻ തയ്യാറാണെന്ന് പ്രഖ്യാപനമാണ്. ആ നമസ്കാരം നിൽക്കുമ്പോൾ ഒരു ഹാജി പ്രഖ്യാപിക്കുന്നത്, ഈ ഇബ്രാഹിമി മില്ലത്തിനെ ഞാൻ നെഞ്ചോട് ചേർത്തോളാം. ഒരിക്കലും തന്നെ അവിടെ സ്ഥാനമാനങ്ങൾക്കോ മറ്റ് ഭൗതികമായ താല്പര്യങ്ങൾക്കോ ഇബ്രാഹിം നബി സ്ഥാനം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എന്താ ഉണ്ടായത്? കാലങ്ങൾ എത്രയായി ഇബ്രാഹിം നബി നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇന്നും ലോകം 40 ലക്ഷമാണ് ഹാജിമാർ ഈ വർഷം ഹജ്ജിന് പോകുന്നത്. ഒരേ സ്ഥലങ്ങളിൽ ലബ്ബൈക അല്ലാഹുമ്മ ചെല്ലുമ്പോൾ, ഒരേ സ്ഥലങ്ങളിൽ അവർ ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോൾ ഒരു പ്രവാചകനെ ഓർക്കുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി മറ്റുള്ളവരെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് അള്ളാഹിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്താൽ ലോകമോർക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പടച്ചറബ് നമുക്ക് വേണ്ടി സംവിധാനിക്കുമെന്ന് ഖലീലുള്ളയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാഹ്. ഇങ്ങനെ വായിക്കുമ്പോൾ, ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്കങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയും? നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ എത്രത്തോളം ഇന്ന്, പണ്ട് കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ വരുമ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടില്. പ്രസവത്തിന് വേണ്ടി നഫീസത്തുമാല ഓതിയിരുന്നൊരു കാലം, സൂറ ഇൻഷിഖാക്കിലെ 1 മുതൽ 5 വരെ ആയത്തുകൾ ഓതിയിട്ട് അത് പിഞ്ഞാണത്തിൽ കലക്കി കുടിച്ചിരുന്നൊരു കാലം സുഖപ്രസവത്തിന് കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ നമ്മൾ പറയും അത് പണ്ട് കാലത്തല്ലേന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് നമ്മളൊരു മരണത്തെക്കുറിച്ച് കേട്ടു. 5 മക്കൾ ഉമ്മയായ 35കാരിയായിട്ടുള്ള ഒരു പൊന്നുമോൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞത് എന്തിന്റെ പേരില? അന്ധവിശ്വാസത്തിന്റെ അവരിൽ നിന്ന് ഓതിക്കൊടുത്തിട്ട് സുഖപ്രസവം നടക്കുമെന്ന് പറഞ്ഞ് ഒരു പെണ്ണിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ അന്ധവിശ്വാസത്തിന്റെ നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരിക്കാൻ നേരണ്ടോ? വെറുതെ ഇരിക്കാൻ നേരണ്ടോ? 25കാരൻ കൊല്ലത്ത് മുർഷിദ് എന്ന് പറയുന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടത് തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരുത്തൻ്റെ കയ്യാല. അവരെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ പോലീസുകാരോട് പറഞ്ഞെന്താ, ഞാനല്ല കൊന്നത്, ജിന്നാണ്.
ഞാനല്ല കൊന്നത്, ജിന്നാണ്. അവൻ വിളിച്ചു പറയാ, ലഹരിക്കടിമപ്പെട്ടവൻ വിളിച്ചു പറയാ. അവൻ മനസ്സിലാക്കി ജിന്നാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമെന്ന് അവൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നതാരാ? ഈ പ്രസ്ഥാനം കാലങ്ങളായി പണിയെടുത്തതിനു വേണ്ടിയാ. 1922 ഐക്യസംഘമുണ്ടാക്കിയപ്പോ ഈ നാട്ടിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പടപൊരുതാൻ വേണ്ടി ഐക്യസംഘമുണ്ടാക്കിയപ്പോ അവർ ആയത്തോതി, വിശുദ്ധ ഖുർആനിലെ ആയത്തോതിയിട്ടാണ് 15-ാം അധ്യായം സൂറ ഹിജ്റിലെ 78-ാമത്തെ ആയത്തോതിയിട്ട് പറഞ്ഞു. അള്ളാഹ് ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരെ? ഐക്യസംഘക്കാരെ കുറിച്ച് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വഇൻകാന അസ്ഹാബുൽ ഐക്കത്തി ലളാലിമീൻ, ഇവർ അക്രമികളാണ് എന്ന് ആയത്തോതി സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. ഐക്യക്കാർ അക്രമികളാണ്, ഐക്യസംഘം എന്നാണ് പേര്. ഇതാരെ കുറിച്ച് പറഞ്ഞ ഖുർആൻ? അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറയും, നമുക്കറിയാം, മരക്കാവുകാരെ കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഈ ആയത്ത് ഐക്യസംഘത്തിന് നേരെ ചാർത്തി കൊടുത്തു. ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കേരളക്കരയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പഠിച്ച പ്രസ്ഥാനം ഇസ്ലാഹി പ്രസ്ഥാനം. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് 924 പണ്ഡിത സഭയുണ്ടാക്കി KJU. എന്തേ പണ്ഡിത സഭ ഉണ്ടാക്കാനുള്ള കാരണം? ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നത് മാലയും മൗലീദ്, അതേപോലെ ഹദ്ദാദ്, റാത്തീബുകളൊക്കെ ആയിരുന്നു. ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രമാണങ്ങൾ. എന്തിനും ഏതിനും മാലകളും മൗലീദുകളും പാരായണം ചെയ്യുന്ന, അതിലെന്തു പറഞ്ഞു എന്ന് നോക്കുന്ന ആ ഒരു കാലം. അവിടെയാണ് 924 KJU കടന്നു വന്ന് ശരിയായ ഖുർആനും ശരിയായ സുന്നത്തും ശരിയായ ഇജ്മാഉം ശരിയായ ഖിയാസും ജനങ്ങളെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോഴാണ് ജനങ്ങൾക്ക് ഖുർആനിനെ കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞത്. അള്ളാഹുവിൻ്റെ ഏകത്വം വിട്ടുകൊണ്ട്, ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിട്ടുകൊണ്ട് മറ്റു പലതിലേക്കും, ശവകുടീരങ്ങളിലേക്കും പല ബീവിമാരിലേക്കും പ്രാർത്ഥനകളുമായി കഴിഞ്ഞു പോയ കാലം. അവരോട് പറഞ്ഞു, അള്ളാഹുവിലേക്കാണ് തൻ്റെ പ്രയാസങ്ങൾ പറയേണ്ടത്, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് തൻ്റെ ആഗ്രഹങ്ങൾ പറയേണ്ടത്. പ്രവാചകന്മാർ ചെയ്തതാണ് പഠിപ്പിച്ചു കൊടുത്തു. അയ്യൂബ് നബിക്ക് രോഗം വന്നപ്പോൾ ഒരിക്കലും ഒരു മഖ്ബറയിലേക്ക് പോയിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഖുർആനിക ആയത്തുകളൊക്കെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏകനായ റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന് അന്നിൻ്റെ കാലത്ത് സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ഈ ഇസ്ലാഹി പ്രസ്ഥാനമാണ്. അങ്ങനെ ഓരോന്നും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അന്ധവിശ്വാസങ്ങളാൽ മൂടപ്പെട്ടിരുന്ന ഒരു കാലത്ത് അവിടെ നന്മയിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം, മദ്രസാ പ്രസ്ഥാനം തുടങ്ങി. നമ്മൾ ചാലകത്ത് വാഴക്കാട് ഒരു മദ്രസാ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ മദ്രസയുടെ ഒന്നാമത്തെ മീമ് ജഹന്നമിൻ്റെ അവസാനത്തെ മീമെന്ന് പാട്ടുപാടി ഈ കേരളത്തിലൂടെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്ന ആളുകൾ ഇന്ന് അഭിമാനത്തോടെ പറയാ 10,000-കണക്കിന് മദ്രസയുണ്ട് എന്ന്. അന്നെങ്ങാനും മദ്രസയുടെ മീം ഒന്നാമത്തെ മീമാണ്, മദ്രസയുടെ ഒന്നാമത്തെ മീം ജഹന്നമിൻ്റെ മീമാണെന്ന് പറഞ്ഞ് നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ചിരുന്നെങ്കിൽ ഇന്ന് മദ്രസകൾ ഉണ്ടാകുമായിരുന്നില്ല. നമ്മളവിടെ നിർത്തിയില്ല. പല ആക്ഷേപങ്ങളും പല പ്രയാസങ്ങളും കേട്ടിട്ട് സധൈര്യം മുന്നോട്ട് പോയത് ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, പടച്ചോന് സഹായം ഉണ്ടാവുന്നുള്ളതാ. അതുകൊണ്ടാണ് ഇന്ന് 10,000-കണക്കിന് മദ്രസിൻ്റെ പേരിൽ അഭിമാനിക്കുന്നത്. തീരുന്നില്ല. സ്ത്രീകൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കാലം ഇന്ന് അഭിമാനത്തോടെ അവർ പറയുന്നു സ്ത്രീകൾക്ക് +2 വരെ മദ്രസ ഉണ്ട് എന്ന്. അവിടെ നിൽക്കുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണെന്ന് പറഞ്ഞു. കാരണം എന്താ? അറബിയിലെ ദാൽ, ഇംഗ്ലീഷ് പഠിച്ചാൽ അറബിയിലെ ദാൽ ഉച്ചരിക്കൂല, അത് ഡി ആയി മാറും. എന്നിട്ട് അവർ ഉദാഹരണം പറഞ്ഞെന്താ അറിയോ? ഖുൽ ഹുവല്ലാഹു അഹദ്, അത് ഓതുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നാവും. തെറ്റിദ്ധരിപ്പിക്കുക. ആളുകൾക്ക് മുമ്പിൽ ഇത്തരത്തിലുള്ള നന്മയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ എങ്ങനെ പുറകോട്ട് വലിക്കാൻ പറ്റുമോ ഇതെല്ലാം ശ്രമം നടത്തിയവർ ഇന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുക. പല സ്ഥാപനങ്ങളാണ് അവർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം പ്രത്യേകമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി പഠിപ്പിക്കുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട്. ഈ പ്രസ്ഥാനം അവരന്ന് പറഞ്ഞപ്പോൾ ഇത് നിർത്തിവെച്ച് പോയില്ല. ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് ആട്ടും തുപ്പും സഹിച്ചിട്ടും പ്രബോധന വീതിയെ സധൈര്യം മുന്നോട്ട് പോയത് പടച്ചറബിൻ്റെ സഹായം ഉണ്ടാവുമെന്ന നിലക്കാണ്. അതേപോലെ തന്നെയാണ് യതീംഖാന കടന്നു വന്നപ്പോൾ അത് യതീമിനെ സംരക്ഷിക്കാനല്ല, യതീം ഖാനയാണ്, വഞ്ചിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് യതീംഖാനക്കെതിരെ പ്രഭാഷണം നടത്തിയവർ ഇന്ന് യതീംഖാനകളിൽ അഭിമാനം കൊള്ളുക. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നടത്തുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളിൽ നമ്മളെ പരിഹസിക്കാൻ പല ആളുകളുണ്ടാവും. ഇപ്പോഴും നമ്മൾ ഇവിടെ നടക്കുന്ന
സിഹറിനെ കുറിച്ച്, ഗൂഢോത്രത്തെക്കുറിച്ച്, ജിന്നുവാദത്തെക്കുറിച്ച് കൃത്യമായി നമ്മൾ അത് പേജുകളിലും സ്റ്റേജുകളിൽ പറയുന്നത്, ഇത് നമ്മൾ പറഞ്ഞില്ല എങ്കിൽ ഒരാൾ പറയാനില്ല. ഗൂഢോത്രത്തിൻ്റെ പേരിലാണ് ഒരു വീട്ടമ്മക്ക് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോവേണ്ടി വന്നത്. ഗൂഢോത്രം ചെയ്തു എന്ന് ആരോ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ കൊല്ലുകയാണ് ചെയ്തത്. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മൾ നിശബ്ദരായിരുന്നാൽ ഇതങ്ങനെ വളർന്നു വലുതാകും. നമ്മൾ എന്തിനാ ഓലെ പരിഹാസം കേൾക്കണത്? നമുക്ക് നമ്മളേതായ രൂപത്തിൽ ഇങ്ങനെ പോയാൽ പോരെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനല്ല, ആരെയും ആക്ഷേപിക്കാനല്ല, അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി പറഞ്ഞു കൊടുക്കുക എന്നൊരു ബാധ്യത നമ്മിലേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. പ്രവാചകനോട് പറഞ്ഞല്ലോ അല്ലാഹു, ഞാൻ നിന്നിലേക്ക് ഇറക്കിയിരിക്കുന്ന വഹീനെ നീ ജനങ്ങളിലേക്ക് എത്തിക്കണം. നീ എങ്ങാനും അതെത്തിച്ചിട്ടില്ല എങ്കിൽ നിന്റെ റിസാലത്ത് നീ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് അള്ളാഹു പ്രവാചകനോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ബാധ്യത പ്രവാചകനെ ഏൽപ്പിക്കുന്ന നമ്മളെയാണ്. ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് പ്രവാചകന്റെ കൽപ്പനയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഇസ്ലാഹിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാവണം. ഞാനായിട്ട് മാറി നിൽക്കല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു ബാസ് റഹിമഹുല്ല പറയുന്ന ഒരു വാചകമുണ്ട്, ഓരോരുത്തർക്ക് കഴിയുന്ന രൂപത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാവണമെന്ന. അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവണമെന്നാണ് ഇബ്നു ബാസ് റഹിമഹുല്ല ഒരു വിശദീകരണം കൊടുക്കുന്നത്. നോക്ക് നിങ്ങൾ, ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മഹലിൽ ഒതുങ്ങി നിന്നിട്ടല്ലല്ലോ, സ്വന്തം വീട്ടില്, സ്വന്തം കുടുംബത്തില് രാജാവിനോട് അവിടുന്ന് പുറത്താക്കി നിന്നോ. ആ ഇറാഖിൽ നിന്ന് മക്കയിലേക്കുള്ള കിലോമീറ്ററിൻ്റെ ദൂരം നോക്ക് നിങ്ങൾ. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ദഅവത്തിന് വേണ്ടി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഏതേട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന എന്താ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നാം നടത്തുന്ന സഞ്ചാരം അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, സ്വഹാബത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു കാര്യം, സ്വഹാബത്തിൽ അധികം ആളുകളും മക്കയിലോ മദീനയിലോ അല്ല മരണപ്പെട്ടത്. അവർക്കവിടെ വീടില്ലാഞ്ഞിട്ടല്ല. മക്കയിൽ നമസ്കരിച്ചാലുള്ള കൂലി എത്രയാ? 1,00,000 മടങ്ങാണ്. നമ്മുടെ സാധാരണ പള്ളിയിലുള്ള നമസ്കാരത്തേക്കാൾ മക്കയിലെ മസ്ജിദ് ഹറമിലെ നമസ്കാരത്തിന് 1,00,000 കൂലിയുണ്ട്. മദീനയിലെ പള്ളിക്ക് 1000 മടങ്ങ് പ്രതിഫലമുണ്ട്. എന്ത് ചെയ്യായിരുന്നു? അവർക്ക് മക്കയിലോ മദീനയിലോ താമസിക്കായിരുന്നു. പക്ഷേ അവരെല്ലാം അവിടം വിട്ടിട്ട് മറ്റു രാജ്യങ്ങളിലാണ് മരണപ്പെട്ടിട്ടുള്ളത്. എന്തേ? ഈ ദഅവത്തിനെ, ഈ ദീനിനെ എത്താത്തിടങ്ങളിൽ ശിർക്ക് ബിദ്അത്തുകളിൽ കുമിഞ്ഞുകൂടിയ ആളുകൾക്ക് ശരിയായ ദീനിനെ പറഞ്ഞു കൊടുക്കാൻ അവർ പണിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ നാട് വിട്ടു പോകേണ്ട അവസ്ഥയൊന്നുമില്ല. നമ്മുടെ നാടുകളിൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഈ പ്രബോധന വീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. മുസ്തഫ റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയാതെ ഇസ്ലാം പൂർണ്ണമാവും തോന്നുന്നില്ല. മുസ്തഫ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് 40 വയസ്സായിട്ടില്ല. 40 വയസ്സിൻ്റെ താഴെ പ്രായമാകുമ്പോഴാണ് മുസ്തഫ റളിയല്ലാഹു അൻഹു ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നത്. ഒരു രോഗം വന്നിട്ടല്ല, ഒരു ആക്സിഡന്റിലല്ല, മറ്റേതെങ്കിലും ഒരു കൊലപാതകത്തിലല്ല. മുസ്തഫ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് എങ്ങനെയാ? മക്കയിൽ ജീവിക്കുന്ന കാലം ധനാഢ്യ കുടുംബത്തിലാണ്. ഒരു ദിവസം ഒന്നിലേറെ വസ്ത്രങ്ങൾ മാറുന്ന അപൂർവം ചില കുടുംബങ്ങളാണ് മക്കയിൽ ഉണ്ടായിരുന്നത്. അതിലൊരു കുടുംബം മുസ്അബിന്റെ കുടുംബമാണ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കുടുംബ. പിന്നെയോ അദ്ദേഹത്തിന്റെ അടുക്കൽ വില കൂടി അത്തറുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം വരുന്നത് കുറെ ദൂരെ നിന്ന് ആ അത്തറിന്റെ മണം, അത്രമേൽ സമ്പന്നരായിരുന്നു ആ കുടുംബം. അവിടെ നിന്നാണ് അർക്കബിന്റെ വീട്ടിൽ നിന്ന് പ്രവാചകന്റെ ഷഹാദത്തിനെ കുറിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് കേട്ടത്. അവിടെ പോയി ഇരുന്ന് ദീനിനെ പഠിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. പിന്നുണ്ടായതെന്താ? സ്വന്തം വീട്ടിൽ നിന്ന് പട്ടിണിക്കിട്ടു, ഇരുട്ട് റൂമിലടച്ചു, വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്തിൻ്റെ പേരില പ്രിയപ്പെട്ടവരെ? ആ വീട്ടിൽ ഉമ്മാക്ക ഉപ്പാക്ക എന്തെങ്കിലും ഉപദ്രവം ചെയ്തിട്ടല്ല, അവിടുന്ന് വേണ്ടാത്തെങ്കിൽ ചെയ്തതിൻ്റെ പേരിലല്ല, ശരിയായ ഒരു മതത്തിൻ്റെ വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുസ്തഫ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കൂടെ കൂടി ദഅവാ പ്രവർത്തനങ്ങൾ സജീവാവുക ഈ ദീനിന് വേണ്ടി. നോക്ക് നിങ്ങൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദീനിനെ പറഞ്ഞേക്കാൻ പ്രവാചകൻ പറഞ്ഞേച്ചത് അതേ മുസ്അബിനെയാണ്. ഇന്ന് കാണുന്ന മദീന പള്ളിയും അവിടുത്തെ സൗകര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ കാരണക്കാരിൽ ഒന്നാമത്തെ പേര്
മുസ്തഫ റളിയല്ലാഹുവിന്റെ പേരാണ് ചരിത്രം രേഖപ്പെടുത്തിയത്. ഇസ്ലാമിനെ പറഞ്ഞു കൊടുത്തു. ഹിജ്റ 3-ാം വർഷത്തിലെ ഉഹുദ് രണാങ്കളത്തിലാണ് മുസ്തഫ റളിയല്ലാഹു ഈ ദുനിയാവെന്ന് വിട ചൊല്ലുന്നത്. അള്ളാഹുവിന്റെ ദീനിനെതിരെ, ആ ദീനിനെ തകർക്കാൻ കടന്നു വന്ന മക്ക മുശ്രിക്കുകളുമായുള്ള പോരാട്ടത്തിൽ മരണപ്പെട്ട ഷഹീദായ ആളുകളുടെ പേരിൽ ഒരു പേര് മുസ്തഫ റളിയല്ലാഹുവിന്റെ പേരാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന വീതിയിൽ ചെറിയ പ്രയാസം സഹിക്കാൻ പോലും നമ്മൾ തയ്യാറല്ല. മുസ്തഫ റളിയല്ലാഹു ഒക്കെ സഹിച്ച ത്യാഗം ആ ജീവിതത്തിന്റെ നല്ല കാലമാണ്. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു 3 കഷ്ട തുണി പോലും ഇല്ലാതെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയായത് ദീനിന് വേണ്ടിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളാ ഈ ദീനിന് വേണ്ടി എന്ത് പ്രയാസ ഞാൻ നിങ്ങൾ സഹിച്ചത്. ഈ ശരിയായ ദീനിനെ, ഈ ഇസ്ലാഹിനെ കേടുവരുത്തുന്ന, അത് വിശ്വാസരംഗത്തായാലും കർമ്മരംഗത്തായാലും പല മേഖലയിലുണ്ടാകുമ്പോൾ ഇതിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ അതിൻ്റെതായ പണിയെടുക്കുന്നതിൽ നമ്മൾ സഹിച്ച ത്യാഗം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാവണം. ഇതിൻ്റെ കൂടെ കാലം തേടുന്ന ഇസ്ലാഹി എന്ന് വെറുതെ ഒരു പ്രമേയമായി കൊടുത്തതല്ല. ഇന്നിൻ്റെ കാലത്ത് ഇത് ആവശ്യമുണ്ട് എന്ന് സമകാലിക വാർത്തകൾ നമ്മുടെ മുമ്പിൽ ഇട്ട് നൽകുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നാം അണിചേരുക, നമ്മുടെ മക്കളെ ഇതിനെ കൂടെ ചേർക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുണ്ടല്ലോ, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയത്തി എന്ന്. പടച്ചോനെ, നമസ്കാരം നിലനിർത്തുന്ന എന്നെ മാത്രമല്ല എൻ്റെ മക്കളിൽ ഉൾപ്പെടുത്തണേന്നാണ്. എൻ്റെ മക്കളെയും ആ ശരിയായ അള്ളാഹുവിൻ്റെ ആദർശത്തിൻ്റെ അടയാളമായ നമസ്കാരം നിർവഹിക്കുന്നതിൽ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച ഖലീലുള്ള. അത് സൂചിപ്പിക്കുന്ന എന്താ? അതിന് മറുവശം എന്താ? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രവർത്തനങ്ങളിൽ നാം ഒറ്റക്കല്ല, നമ്മുടെ മക്കളെ കൂടി പങ്കാളികളാക്കുക. ഈ ഇസ്ലാഹിൽ നമ്മൾ ഒരുമിച്ച് കുടുംബമായി ദഅവാരംഗത്ത് സജീവമാവുക. അതാണ് പ്രവാചകന്റെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ചരിത്രത്തിൽ പാഠം ഉൾക്കൊള്ളുക. ഇന്നിൻ്റെ കാലം നമുക്കറിയാം, ജാഹിലിയത്തിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രയാസത്തിലാണ്. കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, മരണങ്ങൾ, അന്ന് വരെ കേട്ടുകളിവില്ലാത്ത പല നമ്മൾ കേൾക്കുക. യുദ്ധങ്ങൾ അന്നുണ്ട് ഇന്നുണ്ട്, പക്ഷെ യുദ്ധങ്ങളുടെ കോലം മാറി. അന്ന് യുദ്ധങ്ങൾ 2 കബീലകൾ തമ്മിലായിരുന്നെങ്കിൽ, അത് 2 നാട്ടുരാജ്യക്കാർക്ക് തമ്മിലായിരുന്നെങ്കിൽ, ഇന്ന് വലിയ രാജ്യങ്ങൾ തമ്മിൽ മാസങ്ങളും വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന പലസ്തീൻ്റെ മക്കളെ പറയാതെ വയ്യ. 1 വർഷത്തിലധികമായി യാതനകളും വേദനകളും മാത്രം. ഒരു ദിവസം പോലും സമാധാനത്തോടെ കഴിയാത്ത വിധത്തിൽ, ഒരു നേരം പോലും നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രമേൽ പ്രയാസത്തിൽ കഴിയുന്ന പലസ്തീൻ്റെ മക്കള്, യുദ്ധക്കൊതിയന്മാർ. ഒരു വേള പല നാടുകൾ അങ്ങനെയാണ്. യുദ്ധം, മറ്റുള്ളവന്റെ രക്തം ചിന്തുന്ന ആഗ്രഹിക്കുന്ന, അത് സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള മരണങ്ങളാണ്. അരുണാചലിൽ പോയിട്ടാണ് കേരളത്തിൽ 2 അറിയപ്പെടുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ഭാര്യയും ഭർത്താവും കൂടെ ചെറുപ്പക്കാരായിട്ടുള്ള 2 ആളുകൾ മരണപ്പെട്ടത് അന്ധവിശ്വാസത്തിന്റെ പിടിയിലമർന്നിട്ടാണ്. എത്ര മരണങ്ങളാ പ്രിയപ്പെട്ടവരെ. ഞാൻ സൂചിപ്പിക്കുന്നത്, നമ്മളൊന്നുറങ്ങിയാൽ, നമ്മൾ നിശബ്ദരായാൽ, നമുക്കിതൊന്നും പ്രശ്നമല്ലെന്ന് പറഞ്ഞാൽ നമ്മിലേക്ക് ഇത് കടന്നു വരും. ലഹരി വല്ലാതെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു കാലത്താണ്. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് വരെ എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തന മേഖലയിൽ, ഈ ഇസ്ലാഹിൻ്റെ മേഖലയിൽ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. ഒന്നുമില്ലാത്തിടത്ത് ഇത്രയെല്ലാം സൗകര്യങ്ങളും ഇത്രയെല്ലാം ആൾക്കൂട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നാം പറയുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാഹ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ കുടുംബത്തിലേക്ക് അത് കൊണ്ടുപോയി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ കൂടെ ഉണ്ടാവണം. ഇത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ദീനിനെ, ശരിയായ ആദർശത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് അതിൻ്റെ പ്രബോധന വീതിയിൽ, പ്രവർത്തന മേഖലയിൽ സജീവമായി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ കടന്നു പോയാലും, ഏതൊക്കെ കടമ്പകൾ താണ്ടേണ്ടി വന്നാലും അള്ളാഹുവിൻ്റെ ദീനിൽ ഒരിത്തിരി പോലും കലർപ്പ് വരുത്താത്ത, ആദർശത്തിൻ്റെ വിഷയത്തിൽ ഇത്തിരി പോലും ഒരു നീക്കുപോക്കിന് സന്ധിയില്ല സമരം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആദർശ മുജാഹിദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അടക്കമുള്ളവർ മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, മക്കളെ കുളിർമയുള്ള മക്കളെ വളർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണനാഥ. നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന
നിന്റെ ദീനിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ചുക്കാൻ പിടിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണനാഥ. ഇസ്സത്തോടുകൂടി മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണനാഥ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.